എടുക്കാൻ പോകുന്നത് ന്യൂ SCERT 5ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ ചാപ്റ്റർ 6 ആയ ജനങ്ങളാൽ എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്റർ ആണ്. ഇതിൽ വല്ല ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഓക്കെ, കമന്റ് സെക്ഷനിൽ ഇട്ടാൽ മതി. ഇനി അതിൽ നമുക്ക് വേണ്ടപ്പെട്ടത് മാത്രം എടുത്തു പോവാം. ആദ്യം തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ. ഗ്രാമപ്രദേശങ്ങളിലെ ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങളാണ് ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത് തുടങ്ങിയവയും നഗരപ്രദേശങ്ങളിലെ ഭരണ സ്ഥാപനങ്ങളായ മുനിസിപ്പാലിറ്റി, കോർപ്പറേഷനുകൾ എന്നിവയും ഉൾക്കൊള്ളുന്നവയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ. ഓക്കെ, ഗ്രാമപ്രദേശങ്ങളിലുള്ള ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത് തുടങ്ങിയവയും നഗരപ്രദേശങ്ങളിലെ മുനിസിപ്പാലിറ്റി, കോർപ്പറേഷനുകൾ തുടങ്ങിയ ഭരണ സ്ഥാപനങ്ങളും ഉൾക്കൊള്ളുന്നതിനെയാണ് നമ്മൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഉദാഹരണമാണ് ത്രിതല പഞ്ചായത്തും മുനിസിപ്പാലിറ്റിയും കോർപ്പറേഷനുകളും. ഓക്കെ, ഇനി ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ നടത്തപ്പെടുന്ന ജനങ്ങളുടെ ഭരണമാണ് ജനാധിപത്യം എന്ന് പറഞ്ഞത് ആരാണ്? എബ്രഹാം ലിങ്കൺ ആണ്. അതുപോലെ തന്നെ ജനാധിപത്യത്തെ കുറിച്ചുള്ള എന്റെ സങ്കല്പം അതിനു കീഴിൽ ഏറ്റവും ദുർബലനും ശക്തനും തുല്യമായ അവസരം ഉണ്ടായിരിക്കണം എന്നതാണ് എന്ന് അഭിപ്രായപ്പെട്ടത് മഹാത്മാഗാന്ധി. ഇമ്പോർട്ടന്റ് ആണ്. എബ്രഹാം ലിങ്കണിന്റെ കേട്ടിട്ടുണ്ടായിരിക്കും. ഇതൊന്നും കൂടി നമുക്ക് ഇമ്പോർട്ടന്റ് ആണ്. മഹാത്മാഗാന്ധി. ഓക്കെ, ജനാധിപത്യത്തെ കുറിച്ചുള്ള എന്റെ സങ്കല്പം അതിനു കീഴിൽ ഏറ്റവും ദുർബലനും ശക്തനും തുല്യമായ അവസരം ഉണ്ടായിരിക്കണം എന്നതാണ് എന്ന് അഭിപ്രായപ്പെട്ടത് മഹാത്മാഗാന്ധി. ദെൻ ജനാധിപത്യം വേരുകൾ തേടി. ഓക്കെ, പുരാതന ഗ്രീസിലെ ഏതൻസിലാണ് ജനാധിപത്യത്തിന്റെ ആദ്യ രൂപം ഉദയം കൊണ്ടത്. ഓക്കെ, അപ്പോ ജനാധിപത്യം ആദ്യമായിട്ട് രൂപം കൊണ്ടത് എവിടെ നിന്നാണ്? ഗ്രീസിലെ ഏതൻസിലാണ്. നമുക്കറിയാം ജനാധിപത്യത്തിന്റെ കളിത്തൊട്ടിൽ എന്നറിയപ്പെടുന്നത് ഏതാണ്? ഗ്രീസാണ്. അപ്പൊ ഗ്രീസിലെ ഏതൻസിലാണ് ജനാധിപത്യത്തിന്റെ ആദ്യ രൂപം ഉദയം ചെയ്തത്. അവിടെ പൊതുകാര്യങ്ങൾ തീരുമാനമെടുക്കുന്ന പ്രക്രിയയിൽ എല്ലാ വിഭാഗം ജനങ്ങളെ പങ്കെടുപ്പിച്ചിരുന്നില്ല എങ്കിലും ജനാധിപത്യം എന്ന ആശയം സംഭാവന ചെയ്യുന്നതിൽ ഏതൻസ് പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. ഓക്കെ, ജനാധിപത്യം എന്ന ആശയം സംഭാവന ചെയ്തത് എവിടെ നിന്നാണ്? ഏതൻസിൽ നിന്നാണ്. ഓക്കെ, അപ്പോൾ ഇന്ന് നിലവിലുള്ള ജനാധിപത്യ രീതിയുടെ തുടക്കം യുണൈറ്റഡ് കിങ്ഡത്തിന്റെ ഭാഗമായിട്ടുള്ള ഇംഗ്ലണ്ടിൽ നിന്നാണ്. ഓക്കെ, അപ്പൊ ഇന്ന് നമ്മൾ കാണുന്ന ഈ ജനാധിപത്യ രീതിക്ക് തുടക്കം കുറിച്ചത് യുണൈറ്റഡ് കിങ്ഡത്തിന്റെ അണ്ടറിലുള്ള ഇംഗ്ലണ്ടിൽ നിന്നാണ്. ഓക്കെ, ഇനി തിരഞ്ഞെടുപ്പ്, ജനപ്രതിനിധികളുടെ ഭരണം, പാർലമെന്റ് എന്നീ സംവിധാനങ്ങൾ രൂപം കൊണ്ടത് ഇംഗ്ലണ്ടിൽ നിന്നാണ്. ഓക്കെ, ഇമ്പോർട്ടന്റ് ആണ്. തിരഞ്ഞെടുപ്പ്, ജനപ്രതിനിധികളുടെ ഭരണം, പാർലമെന്റ് എന്നിവ രൂപം കൊണ്ടത് എവിടെ നിന്നാണ്? ഇംഗ്ലണ്ടിൽ നിന്നാണ്. ഓക്കെ, അടുത്തത് പുരാതന ഗ്രീക്ക് ചരിത്രകാരനായ ഹെറഡോട്ടസ് ആണ് ഡെമോക്രസി അഥവാ ജനാധിപത്യം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത്. അപ്പൊ ജനാധിപത്യം, ഡെമോക്രസി എന്ന പദം ആദ്യമായി ഉപയോഗിച്ച ഗ്രീക്ക് ചരിത്രകാരൻ ആരാണ്? ഹെറഡോട്ടസ് ആണ്. ഡെമോസ് എന്നാൽ ജനങ്ങൾ എന്നും ക്രാറ്റോസ് എന്നാൽ അധികാരം എന്നും ആണ് പദങ്ങൾ കുറിക്കുന്നത്. ഓക്കെ, ഡെമോസ് എന്ന അർത്ഥം ജനങ്ങൾ എന്നും ക്രാറ്റോസ് എന്ന് പറയുന്നത് അധികാരം എന്നുള്ളതാണ് ഈ ഗ്രീക്ക് പദങ്ങളുടെ അർത്ഥം. അപ്പോൾ ഡെമോക്രസി എന്നാൽ ജനങ്ങളുടെ അധികാര ഭരണം എന്ന വാക്ക് രൂപപ്പെട്ടത്. ഓക്കെ, അങ്ങനെ ചേർന്നിട്ടാണ് ഈ ഡെമോസും ക്രാറ്റോസും ചേർന്നിട്ടാണ് ഡെമോക്രസി അഥവാ ജനങ്ങളുടെ അധികാരം അല്ലെങ്കിൽ ജനങ്ങളുടെ ഭരണം എന്ന വാക്ക് രൂപപ്പെട്ടിട്ടുള്ളത്. ഇമ്പോർട്ടന്റ് ആണ്. ഇനി നെക്സ്റ്റ് എന്താണ് ഗ്രാമസഭകൾ എന്നാണ്. ഓക്കെ, ഒരു പ്രദേശത്തിന്റെ ഭരണ വികസന പ്രക്രിയയിൽ എല്ലാ ജനങ്ങൾക്കും പങ്കാളികളാകാനും തീരുമാനങ്ങൾ എടുക്കാനും അവസരം ലഭിക്കുന്ന വേദികളാണ് ഗ്രാമസഭകൾ എന്ന് പറയുന്നത്. ഓക്കെ, ഗ്രാമസഭകൾ എന്ന് പറയുന്നത് ഒരു പ്രദേശത്തിന്റെ ഭരണ വികസന പ്രക്രിയകളിൽ എല്ലാ ജനങ്ങൾക്കും പങ്കാളികളാകാനും തീരുമാനങ്ങൾ എടുക്കാനും അവസരം ലഭിക്കുന്ന വേദികളാണ് ഗ്രാമസഭകൾ എന്ന് പറയുന്നത്. ഒരു ഗ്രാമപഞ്ചായത്തിലെ ഓരോ വാർഡിലെയും വോട്ടർ പട്ടികയിൽ പേര് ചേർക്കപ്പെട്ട മുഴുവൻ ജനങ്ങളും ഗ്രാമസഭയിലെ അംഗങ്ങളാണ്. അപ്പൊ ഗ്രാമസഭയിലെ അംഗങ്ങൾ ആരാണ്? ആ ഗ്രാമപഞ്ചായത്തിലെ ഓരോ വാർഡിലും വോട്ടർ പട്ടികയിൽ പേര് ചേർക്കപ്പെട്ട മുഴുവൻ ജനങ്ങളും ഗ്രാമസഭയിലെ അംഗങ്ങളാണ്. എന്നാൽ നഗരങ്ങളിൽ ഇവ വാർഡ് സഭകൾ എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ, നഗരങ്ങളിൽ എന്താ അറിയപ്പെടുക? വാർഡ് സഭ എന്നാണ് ഗ്രാമസഭ അറിയപ്പെടുന്നത്. ഓക്കെ, ഇമ്പോർട്ടന്റ് ആണ്. ഇനി അടുത്തത് പങ്കാളിത്ത ജനാധിപത്യം അഥവാ പ്രത്യക്ഷ ജനാധിപത്യം. ഓക്കെ, ജനങ്ങൾ നേരിട്ട് ഭരണകാര്യങ്ങളിൽ പങ്കാളികളാകുന്ന ഭരണ വ്യവസ്ഥയാണ് പങ്കാളിത്ത ജനാധിപത്യം അല്ലെങ്കിൽ പ്രത്യക്ഷ ജനാധിപത്യം എന്ന് പറയുന്നത്. എന്താണ്? ജനങ്ങൾ നേരിട്ട് ഭരണകാര്യങ്ങളിൽ പങ്കാളികളാകുന്നതിനെയാണ് നമ്മൾ പ്രത്യക്ഷ ജനാധിപത്യം അഥവാ പങ്കാളിത്ത ജനാധിപത്യം എന്ന് പറയുന്നത്. ഓക്കെ, ഇത് താരതമ്യേന ജനസംഖ്യയും ഭൂവിസ്തൃതിയും കുറഞ്ഞ പ്രദേശങ്ങളിലാണ് പ്രത്യക്ഷ ജനാധിപത്യം സാധ്യമാകുന്നത്. എവിടെയാണ്? ജനസംഖ്യ കുറവുള്ളോട്ടും ഭൂവിസ്തൃതി കുറഞ്ഞതുമായ പ്രദേശങ്ങളിലാണ് പ്രത്യക്ഷ ജനാധിപത്യം സാധ്യമാകുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ്, നിയമസഭയിൽ നമുക്ക് നേരിട്ട് പങ്കെടുക്കാൻ കഴിയുമോ? ഇല്ല. ആരാണ് പങ്കെടുക്കുന്നത്? നമുക്ക് വേണ്ടി സംസാരിക്കുന്നത് അവിടെ ആരാണ്? MLA ആണ് അല്ലെ? MLA.
അടുത്തത് കേരള നിയമസഭയാണ്. കേരള സംസ്ഥാനത്തിന്റെ നിയമസഭ നിയമനിർമ്മാണ സഭയാണ് കേരള നിയമസഭ. ഓക്കെ, നമ്മുടെ സംസ്ഥാനത്തിന്റെ നിയമനിർമ്മാണ സഭയാണ് കേരള നിയമസഭ എന്ന് പറയുന്നത്. കേരള നിയമസഭയുടെ ആസ്ഥാനം തിരുവനന്തപുരമാണെന്നും മനസ്സിലാക്കി വെക്കുക. അടുത്തത് 1888 സ്ഥാപിച്ച തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിലും 1904 സ്ഥാപിച്ച ശ്രീമൂലം പ്രജാസഭയും 1949 തിരുക്കൊച്ചി നിയമനിർമ്മാണ സഭ എന്നിവ കേരള നിയമസഭയുടെ വഴികാട്ടികളാണ്. ഇതിലെ വർഷങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്. 1888 തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിൽ സ്ഥാപിച്ചിരിക്കുന്നത്. 1904 ശ്രീമൂലം പ്രജാസഭ, 1949 തിരുക്കൊച്ചി നിയമനിർമ്മാണ സഭ നിലവിൽ വരുന്നത്. ഇവയൊക്കെ എന്താണ്? ഇന്ന് കാണുന്ന കേരള നിയമസഭയിലേക്കുള്ള വഴികാട്ടികളാണ്. ഓക്കെ, കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനം നടന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനം നടന്നത് 1957 ഏപ്രിൽ 27. ഓക്കെ, പഠിക്കാൻ എളുപ്പമാണ്. കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനം നടന്നത് 1957 ഏപ്രിൽ 27. ആ ഏപ്രിൽ 27 നമ്മൾ നിയമസഭാ ദിനമായി ആചരിക്കുന്നു. കേരള നിയമസഭാ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ഏപ്രിൽ 27. ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തത് പരോക്ഷ ജനാധിപത്യം അല്ലെങ്കിൽ പ്രാതിനിധ്യ ജനാധിപത്യം. എന്താണ് പരോക്ഷ ജനാധിപത്യം അല്ലെങ്കിൽ പ്രാതിനിധ്യ ജനാധിപത്യം? ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന പ്രതിനിധികൾ ജനങ്ങൾക്ക് വേണ്ടി ഭരണം നടത്തുന്ന ജനാധിപത്യ രീതിയാണ് പരോക്ഷ ജനാധിപത്യം അല്ലെങ്കിൽ പ്രാതിനിധ്യ ജനാധിപത്യം എന്ന് പറയുന്നത്. ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന പ്രതിനിധികൾ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഭരണം നടത്തുന്ന രീതി. ഓക്കെ, ഇന്ത്യയെ പോലെ ജനസംഖ്യയും ഭൂവിസ്തൃതിയും കൂടിയ രാജ്യങ്ങളിൽ പ്രാതിനിധ്യ ജനാധിപത്യമാണ് പ്രായോഗികമായിട്ടുള്ളത്. അപ്പൊ എങ്ങനെയുള്ള പ്രദേശങ്ങളിലാണ്? ഏറ്റവും വലുതും ഒരുപാട് ജനസംഖ്യ ഉള്ളതുമായിട്ടുള്ള പ്രദേശങ്ങളിൽ, നമുക്ക് ഇന്ത്യയെ പോലെയുള്ള പ്രദേശങ്ങളിലൊക്കെ പരോക്ഷ ജനാധിപത്യം അല്ലെങ്കിൽ പ്രാതിനിധ്യ ജനാധിപത്യമാണ് പ്രായോഗികമായിട്ടുള്ളത്. ഇനി പ്രത്യക്ഷ ജനാധിപത്യവും പരോക്ഷ ജനാധിപത്യവും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. അതായത് ജനസംഖ്യ കുറഞ്ഞ രാജ്യങ്ങളിൽ സാധ്യമാകുന്നു, ജനസംഖ്യ കൂടിയ രാജ്യങ്ങളിൽ നിലനിൽക്കുന്നതാണ് പരോക്ഷ ജനാധിപത്യം. അപ്പോൾ പ്രത്യക്ഷ ജനാധിപത്യത്തിൽ എങ്ങനെയായിരിക്കും? രാജ്യങ്ങളുടെ ഭൂവിസ്തൃതി എന്തായിരിക്കും? കുറവായിരിക്കും അല്ലെ? ഭൂവിസ്തൃതി കുറഞ്ഞ രാജ്യങ്ങൾ അല്ലെ, അല്ലെങ്കിൽ പ്രദേശങ്ങളിലാണ് നമ്മൾ പ്രത്യക്ഷ ജനാധിപത്യം ഉണ്ടാവുക. അതേസമയം ഭൂവിസ്തൃതി കൂടിയവിടെയാണ് പരോക്ഷ ജനാധിപത്യം നിലനിൽക്കുന്നത്. ഓക്കെ, അടുത്തത് നമുക്ക് പറയാം. ഇവിടെ ജനങ്ങൾ നേരിട്ടാണ് നിയമനിർമ്മാണം നടത്തുന്നത്. പ്രത്യക്ഷത്തിൽ ജനങ്ങൾ നേരിട്ട് നിയമനിർമ്മാണവും നയങ്ങളൊക്കെ ഉണ്ടാക്കുന്നു. അതേസമയം ഇവിടെയോ ജനപ്രതിനിധികൾ വഴിയാണ് നിയമനിർമ്മാണവും കാര്യങ്ങളൊക്കെ നയങ്ങളൊക്കെ നടക്കുന്നത് ജനപ്രതിനിധികൾ വഴിയാണ്. പിന്നെ ഇതെന്ന് പറയുന്നത് ഏത്? പ്രത്യക്ഷ ജനാധിപത്യം എന്ന് പറയുന്നത് കൂടുതൽ സുതാര്യമായിരിക്കും. ഓക്കെ, കൂടുതൽ സുതാര്യമായിട്ടുള്ള കാര്യമാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി വെച്ചാൽ ഇത് അപ്പോൾ കൂടുതൽ സുതാര്യമല്ല. ഓക്കെ, സുതാര്യമല്ലാത്ത അവസ്ഥയാണ്. ഓക്കെ, കൂടുതൽ സുതാര്യമല്ല. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആണ്. പ്രത്യക്ഷ ജനാധിപത്യം എന്ന് പറയുന്നത് ജനസംഖ്യ കുറഞ്ഞ രാജ്യങ്ങളിൽ സാധ്യമാകുന്നു. അതുപോലെ തന്നെ പരോക്ഷ ജനാധിപത്യം ജനസംഖ്യ കൂടിയ രാജ്യങ്ങളിൽ നടപ്പാക്കുന്നു അല്ലെങ്കിൽ നിലവിൽ വരുന്നു. അടുത്തത് ഭൂവിസ്തൃതി കുറഞ്ഞ പ്രദേശങ്ങളിൽ അല്ലെങ്കിൽ രാജ്യങ്ങളിലാണ് പ്രത്യക്ഷ ജനാധിപത്യം. എന്നാൽ അതേസമയം പരോക്ഷ ജനാധിപത്യം ജനസംഖ്യ ഭൂവിസ്തൃതി കൂടിയ രാജ്യങ്ങളിലാണ്. അതുപോലെ തന്നെ ജനങ്ങൾ നേരിട്ട് നിയമനിർമ്മാണം നടത്തുന്നതാണ് അല്ലെങ്കിൽ നയങ്ങൾ കൊണ്ടുവരുന്നത് പ്രത്യക്ഷ ജനാധിപത്യത്തിലാണ്. എന്നാൽ പരോക്ഷ ജനാധിപത്യത്തിൽ ജനങ്ങളല്ല, പകരം ജനങ്ങൾ തിരഞ്ഞെടുത്ത ജനപ്രതിനിധികളാണ് നിയമനിർമ്മാണങ്ങളും കാര്യങ്ങളും ഏറ്റെടുത്ത് നടത്തുന്നത്. ഓക്കെ, അതുപോലെ തന്നെ പ്രത്യക്ഷ ജനാധിപത്യം വളരെ കൂടുതൽ സുതാര്യമാണ്, എന്നാൽ പരോക്ഷ ജനാധിപത്യം അത്ര സുതാര്യമല്ല. ഓക്കെ, അടുത്തത് ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ. സൗദി അറേബ്യയിൽ പുതിയ രാജാവ് അധികാരമേറ്റു. അഫ്ഗാനിസ്ഥാൻ ജനാധിപത്യം ഭരണം അവസാനിച്ചു. സ്വിറ്റ്സർലാൻഡ് ഇപ്പോഴും പങ്കാളിത്ത ജനാധിപത്യം. അപ്പൊ നമുക്ക് പ്രത്യക്ഷ ജനാധിപത്യവും പരോക്ഷ ജനാധിപത്യവും ഉള്ള എന്ത് വേണം? രാജ്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി വെക്കണം, പഠിച്ചു വെക്കണം. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആണത്. അപ്പോൾ പ്രത്യക്ഷ ജനാധിപത്യമുള്ള രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. സ്വിറ്റ്സർലാൻഡ്, ന്യൂസിലാൻഡ്, അടുത്തത് ഉറുഗ്വേ. ഇവയാണ് പ്രത്യക്ഷ ജനാധിപത്യമുള്ള നിലവിലെ രാജ്യങ്ങൾ. അതേസമയം പരോക്ഷ ജനാധിപത്യമുള്ള രാജ്യങ്ങളാണ് ഇന്ത്യ,
കാനഡ, USA, UK, ഓസ്ട്രേലിയ. തുടങ്ങിയവയൊക്കെ എന്താണ്? പരോക്ഷ ജനാധിപത്യം നിലവിലുള്ള രാജ്യങ്ങളാണ്. ഓക്കെ, ഇമ്പോർട്ടന്റ് ആണ്. പ്രത്യക്ഷ ജനാധിപത്യം സ്വിറ്റ്സർലാൻഡ്, ന്യൂസിലാൻഡ്, ഉറുഗ്വേ. അതേസമയം പരോക്ഷ ജനാധിപത്യം ഉള്ളത് ഇന്ത്യ, കാനഡ, USA, UK, ഓസ്ട്രേലിയ. ഇനി ജനാധിപത്യത്തിന്റെ സവിശേഷതകളാണ്. ജനാധിപത്യ സംവിധാനത്തിൽ ജനങ്ങൾക്കാണ് പരമമായ അധികാരം. സ്വാതന്ത്ര്യവും നീതിപൂർവകവുമായ തിരഞ്ഞെടുപ്പാണ്. ഗവൺമെന്റിനെ വിമർശനങ്ങളിലൂടെ മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നവയാണ് പ്രതിപക്ഷം എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആണ്. ഗവൺമെന്റിനെ വിമർശനങ്ങളിലൂടെ മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നത് പ്രതിപക്ഷമാണ്. നിയമത്തിന് മുന്നിൽ എല്ലാവർക്കും തുല്യത ഉറപ്പുവരുത്തുന്ന നിയമവാഴ്ചയാണ് ജനാധിപത്യത്തിന്റെ സവിശേഷതയിൽ ഇമ്പോർട്ടന്റ് ആണ്. ജനങ്ങളെയും ഭരണകൂടത്തെയും തമ്മിൽ ബന്ധിപ്പിക്കാൻ സഹായിക്കുന്ന സ്വതന്ത്ര വാർത്താ മാധ്യമങ്ങളാണ്. ഓക്കെ, ജനങ്ങളെയും ഭരണകൂടത്തെയും തമ്മിൽ ബന്ധിപ്പിക്കാൻ സഹായിക്കുന്ന സ്വതന്ത്ര വാർത്താ മാധ്യമങ്ങളാണ്. അടുത്തത് സ്വതന്ത്രവും നിഷ്പക്ഷവുമായ നീതിന്യായ വ്യവസ്ഥയാണ്. ഓക്കെ, ഇമ്പോർട്ടന്റ് ആണ്. ജനാധിപത്യ സംവിധാനത്തിൽ ജനങ്ങൾക്കാണ് പരമമായ അധികാരം. സ്വതന്ത്രവും നീതിപൂർവകവുമായ തിരഞ്ഞെടുപ്പാണ്. ഗവൺമെന്റിനെ വിമർശനങ്ങളിലൂടെ മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നത് പ്രതിപക്ഷമാണ്. നിയമത്തിന് മുന്നിൽ എല്ലാവർക്കും തുല്യത ഉറപ്പുവരുത്തുന്ന നിയമവാഴ്ചയാണ്. ജനങ്ങളെയും ഭരണകൂടത്തെയും തമ്മിൽ ബന്ധിപ്പിക്കാൻ സഹായിക്കുന്ന സ്വതന്ത്ര വാർത്താ മാധ്യമങ്ങളുണ്ട്. അതുപോലെ തന്നെ സ്വതന്ത്രവും നിഷ്പക്ഷവുമായ നീതിന്യായ വ്യവസ്ഥയാണ് ജനാധിപത്യത്തിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സവിശേഷതകൾ എന്ന് പറയുന്നത്. ഇനി അടുത്തത് തിരഞ്ഞെടുപ്പാണ്. അപ്പൊ സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം. യാതൊരു വിവേചനങ്ങളുമില്ലാതെ നിശ്ചിത പ്രായം പൂർത്തിയായ എല്ലാവർക്കും തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാനുള്ള അവകാശത്തെയാണ് നമ്മൾ സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം എന്ന് പറയുന്നത്. ഓക്കെ, വിവേചനങ്ങളില്ലാതെ നിശ്ചിത പ്രായം പൂർത്തിയായ എല്ലാവർക്കും തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാനുള്ള അവകാശത്തെയാണ് നമ്മൾ സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം എന്ന് പറയുന്നത്. 1989 വരെ ഇന്ത്യയിൽ വോട്ടവകാശത്തിനുള്ള പ്രായം 21 ഇപ്പോൾ അത് 18 വയസ്സാണ്. ഓക്കെ, 1989 വരെയാണ് ഇന്ത്യയിൽ വോട്ടവകാശത്തിനുള്ള പ്രായം 21 വയസ്സായിരുന്നു. ഇപ്പോൾ അത് 18 വയസ്സാണ് സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശത്തിനുള്ള വയസ്സ്. ഓക്കെ, ഇനി തിരഞ്ഞെടുപ്പിന്റെ വിവിധ ഘട്ടങ്ങളാണ്. ആദ്യം തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരെ നിയമിക്കൽ, ദെൻ തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം, നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കൽ, പത്രിക സൂക്ഷ്മ പരിശോധന, നാമനിർദ്ദേശക പത്രിക പിൻവലിക്കൽ, തിരഞ്ഞെടുപ്പ് പ്രചരണം, വോട്ടെടുപ്പ്, വോട്ടെണ്ണലും ഫലപ്രഖ്യാപനവും. ഇതാണ് തിരഞ്ഞെടുപ്പിന്റെ വിവിധ ഘട്ടം. ആദ്യം തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരെ നിയമിക്കൽ, തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം, നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കൽ, പത്രിക സൂക്ഷ്മ പരിശോധന, നാമനിർദ്ദേശക പത്രിക പിൻവലിക്കൽ, തിരഞ്ഞെടുപ്പ് പ്രചാരണം, വോട്ടെടുപ്പ്, വോട്ടെണ്ണലും ഫലപ്രഖ്യാപനവും. ഓക്കെ, ഇനിയുള്ളത് തിരഞ്ഞെടുപ്പിന്റെ ധർമ്മങ്ങളാണ്. വോട്ടർമാരെ ബോധവൽക്കരിക്കുന്നു, ജനാധിപത്യം ശക്തിപ്പെടുത്തുന്നു, ഭരണകർത്താക്കളെ വളർത്തിയെടുക്കുന്നു, എല്ലാവർക്കും പ്രാതിനിധ്യം നൽകുന്നു, ഗവൺമെന്റ് രൂപീകരിക്കുന്നു. വോട്ടർമാരെ ബോധവൽക്കരിക്കുന്നു, ജനാധിപത്യം ശക്തിപ്പെടുത്തുന്നു, ഭരണകർത്താക്കളെ വളർത്തിയെടുക്കുന്നു, എല്ലാവർക്കും പ്രാതിനിധ്യം നൽകുന്നു, ഗവൺമെന്റുകൾ രൂപീകരിക്കുന്നു. ഇമ്പോർട്ടന്റ് ആണ് തിരഞ്ഞെടുപ്പിന്റെ ധർമ്മങ്ങൾ. അടുത്തത് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി എന്നീ പദവികളിലേക്കും പാർലമെന്റ്, സംസ്ഥാന നിയമസഭകൾ എന്നിവിടങ്ങളിലേക്കും സ്വതന്ത്രവും നീതിപൂർവകവുമായ തിരഞ്ഞെടുപ്പ് നടത്തുകയാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതല എന്ന് പറയുന്നത്. രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പാർലമെന്റ്, നിയമസഭകളിലേക്കുള്ള സ്വതന്ത്രവും നീതിപൂർവകവുമായ തിരഞ്ഞെടുപ്പ് നടത്താനുള്ള ചുമതല ആർക്കാണ്? തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. ഓക്കെ, ഇനി 3 അംഗങ്ങളെയും തിരഞ്ഞെടുപ്പ് കമ്മീഷനിൽ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ഉൾപ്പെടെ എല്ലാവരെയും നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. ഓക്കെ, അപ്പൊ അംഗങ്ങൾ എത്രയാണ്? 3 അംഗങ്ങളുള്ള തിരഞ്ഞെടുപ്പ് കമ്മീഷനിൽ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ഉൾപ്പെടെ എല്ലാവരെയും നിയമിക്കുന്നത് ആരാണ്? രാഷ്ട്രപതിയാണ്. ഓക്കെ, കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷണർമാരെ ബാക്കി അംഗങ്ങളെയും നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. ഇമ്പോർട്ടന്റ് ആണ്. 3 അംഗങ്ങളാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷനിൽ ഉള്ളത്. ഓക്കെ, ഇനിയുള്ളത് കുടുംബങ്ങളിൽ എങ്ങനെ ജനാധിപത്യം പ്രായോഗികമാകുന്നു എന്നുള്ളതാണ്. എല്ലാവരുടെയും അഭിപ്രായങ്ങൾ പരിഗണിച്ചുകൊണ്ടുള്ള തീരുമാനങ്ങൾ എടുക്കുമ്പോഴാണ് ജനാധിപത്യം കുടുംബത്തിൽ പ്രായോഗികമാകുന്നത്. ഇനി ജനാധിപത്യം പൊതു ഇടങ്ങളിൽ എങ്ങനെ നോക്കാം. പൊതു ഇടങ്ങൾ വൃത്തിയായി സൂക്ഷിക്കുക, മറ്റുള്ളവരുടെ താല്പര്യങ്ങൾ മാനിക്കുക, പൊതു നിയമങ്ങൾ അനുസരിക്കുക എന്നിവയെല്ലാം ജനാധിപത്യ ജീവിതക്രമത്തിന് അനിവാര്യമാണ്. പൊതു ഇടങ്ങൾ വൃത്തിയാക്കുക, മറ്റുള്ളവരുടെ താല്പര്യങ്ങൾ മാനിക്കുക, പൊതു നിയമങ്ങൾ അനുസരിക്കുക. ഓക്കെ, ഇതൊക്കെ ജനാധിപത്യം പൊതു ഇടങ്ങളിൽ എന്ന് പറയുന്നതിന് ഉദാഹരണങ്ങളാണ്. അപ്പൊ ഇത്രയേ ഉള്ളൂ ചാപ്റ്റർ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. അപ്പം എല്ലാവരും നന്നായിട്ട് പഠിക്കുക കേട്ടോ.